വെൽക്കം ടു അഡ്രനാലിൻ. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് സൈനസ് ഓഫ് പെരികാർഡിയവും അതുപോലെ റൈറ്റ് ഏട്രിയമാണ്. ഇത് രണ്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സൈനസസ് ഓഫ് പെരികാർഡിയത്തെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് പെരികാർഡിയത്തിന് സെറസ് പെരികാർഡിയം ഉണ്ട്, ഫൈബ്രസ് പെരികാർഡിയം ഉണ്ട്. ആ സെറസ് പെരികാർഡിയത്തിന് തന്നെ പാരേറ്റൽ ലെയറുണ്ട്, വിസറൽ ലെയറുണ്ട്. അപ്പോൾ ആ രണ്ട് ലെയറിനും ഇടയിലായിട്ട് നമുക്ക് രണ്ട് സൈനസസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പേസസ് ആണ്. രണ്ട് സൈനസസ് ഉണ്ട്. ഒന്നാമത്തത് ട്രാൻസ്വേഴ്സ് സൈനസും രണ്ടാമത്തത് ഒബ്ലിക് സൈനസും. ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ സീറസ് പെരികാർഡിയത്തിൻ്റെ വിസറൽ ലെയർ നമ്മുടെ ഗ്രേറ്റ് വെസൽസ്, അതായത് ഇൻഫീരിയർ വീന കാവ, സുപ്പീരിയർ വീന കാവ, പൾമണറി വെയിൻസ്, അതിൻ്റെയൊക്കെ അവിടെ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ഫോൾഡ് കൊണ്ടാണ് ഈ സൈനസസ് ഉണ്ടാവുന്നത്. അങ്ങനെ രണ്ട് സൈനസാണുള്ളത്, ട്രാൻസ്വേഴ്സ് സൈനസും ഒബ്ലിക് സൈനസും. സോ there are two sinus between the parietal and visceral layers of the pericardium. Which pericardium? Serous pericardium. They are transverse sinus and oblique sinus. These are formed due to the reflection of the visceral layer of serous pericardium around the great vessels of the heart. Then the visceral pericardium at the roots of the great blood vessels is arranged into two tubes, like arterial tubes and venous tube. അങ്ങനെ രണ്ട് ട്യൂബായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. എന്ത്? ഈ വിസറൽ പെരികാർഡിയം, ഈ ബ്ലഡ് വെസൽസിൻ്റെ റൂട്ടിലായിട്ട് ഇവരുടെ ഫോൾഡിങ്സ് ഉണ്ടാകുന്ന രണ്ട് ട്യൂബാണ് ആർട്ടീരിയൽ ട്യൂബും വീനസ് ട്യൂബും. ആർട്ടീരിയൽ ട്യൂബ് എവിടെയൊക്കെയായിട്ടായിരിക്കും വരുന്നത്? അസെൻഡിങ് അയോർട്ടയും അതുപോലെ പൾമണറി ആർട്ടറീസിൻ്റെ അവിടെ ആയിട്ടായിരിക്കും ആർട്ടീരിയൽ ട്യൂബ് കാണുന്നത്. വീനസ് ട്യൂബ് എൻക്ലോസസ് സുപ്പീരിയർ വീന കാവ, ഇൻഫീരിയർ വീന കാവ ആൻഡ് പൾമണറി വെയിൻസ്. 4 പൾമണറി വെയിൻസ്. അത് അറിഞ്ഞു വെച്ചിരിക്കുക. ദെൻ നമുക്കിനി ഓരോ സൈനസിനെ പറ്റിയിട്ട് നോക്കാം. ഫസ്റ്റ് ട്രാൻസ്വേഴ്സ് സൈനസ്. നമ്മൾ ടെക്സ്റ്റിൽ വിശ്രംസിങ്ങിൽ ഒരു ഫിഗർ ഉണ്ട്, 2 ഫിഗർ ഉണ്ട് സൈനസസിനെ പറ്റിയിട്ട്. അത് നിങ്ങൾക്ക് ആദ്യത്തെ ഫിഗറിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ട്രാൻസ്വേഴ്സ് സൈനസ് റീസസ് ബിഹൈൻഡ് ദി ascending aorta and pulmonary trunk and in front of the superior vena cava and superior pulmonary veins. അപ്പോൾ ഈ ട്രാൻസ്വേഴ്സ് സൈനസ് എന്ന് പറയുന്നത് അസെൻഡിങ് അയോർട്ടയുടെയും പൾമണറി ട്രങ്കിൻ്റെയും പിറകിലായിട്ടും സുപ്പീരിയർ വീന കാവിൻ്റെതും പൾമണറി വെയിൻസിൻ്റെയും ഫ്രണ്ടിലായിട്ടുമാണ് നമുക്ക് ഈ ട്രാൻസ്വേഴ്സ് സൈനസ് കാണാൻ പറ്റുന്നത്. Behind the ascending aorta and pulmonary trunk and in front of the superior vena cava and the superior pulmonary veins. Okay, it is developed due to the degeneration of the dorsal mesocardium and it is a horizontal passage between the two pericardial tubes. അപ്പോൾ ഈ അസെൻഡിങ് അയോർട്ട ആൻഡ് പൾമണറി ട്രങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആർട്ടീരിയൽ ട്യൂബും സുപ്പീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ പൾമണറി വെയിൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വീനസ് ട്യൂബാണ്. അപ്പോൾ രണ്ട് ട്യൂബുകൾക്കും ഇടയിലായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ പാസേജാണ് ട്രാൻസ്വേഴ്സ് സൈനസ്. സോ ട്രാൻസ്വേഴ്സ് സൈനസ് rests behind the ascending aorta and pulmonary trunk and in front of the superior vena cava and superior pulmonary veins. ഓക്കെ, അത് ഇതോർത്താൽ മതി. ആർട്ടീരിയൽ ട്യൂബിൻ്റെയും വീനസ് ട്യൂബിൻ്റെയും ഇടയിലായിട്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദി ഡീജനറേഷൻ ഓഫ് ദി ഡോർസൽ മീസോകാർഡിയം. ഇനി ഒബ്ലിക് സൈനസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റീസസ് ഓഫ് ദി സീറസ് പെരികാർഡിയം ബിഹൈൻഡ് ദ ബേസ് ഓഫ് ദ ഹാർട്ട് ബേസിൻ്റെ ബിഹൈൻഡായിട്ടാണ് ഇത് കാണുന്നത്. ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ എ ജെ ഷേപ്ഡ് ഷീറ്റ് ഓഫ് വിസറൽ ലെയർ ഓഫ് സീറസ് പെരികാർഡിയം എൻക്ലോസിങ് 2 vena cava, that is superior vena cava and inferior vena cava and 4 pulmonary veins. Clear? The oblique sinus permits the distension of the left atrium during the return of oxygenated blood from the heart. നമുക്കറിയാം, ലങ്സിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് വന്ന് നിറയുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വരുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് സഹായിക്കുന്നതാണ് ഈ ഒബ്ലിക് സൈനസ്. ഈ സൈനസിലേക്ക് ലെഫ്റ്റ് ഏട്രിയം വികസിക്കും. ഓക്കെ, എക്സ്പാൻഡിങ്, അതാണ് ഇവിടെ പറയുന്നതാണ് എന്തൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്. സോ ഒബ്ലിക് സൈനസ് ഇസ് ദ റീസസ് ഓഫ് ദ സീറസ് പെരികാർഡിയം ബിഹൈൻഡ് ദി ബേസ് ഓഫ് ദ ഹാർട്ട്. ട്രാൻസ്വേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ പറഞ്ഞത്? രണ്ട് പെരികാർഡിയൽ ട്യൂബ്സ് ആർട്ടീരിയൽ ആൻഡ് വീനസ് ട്യൂബ്സിൻ്റെ ഇടയിലായിട്ട് കാണുന്നതാണ് പറയുന്നത്.
and it is enclosed by a J-shaped sheath of visceral layer of serous pericardium enclosing 2 veins, 2 vena cava and 4 pulmonary veins. Clear? ഇനി ഈ ഒബ്ലീക്ക് സൈനസിൻ്റെ ബൗണ്ടറീസ് ആണ് നമ്മൾ പറഞ്ഞു, അതൊരു ജെ ഷേപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ആൻറ്റീരിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ലെഫ്റ്റ് ഏട്രിയം ആണ്. ആൻറ്റീരിയർലി ബൈ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് പോസ്റ്റീരിയർലി ബൈ ദ പാരേറ്റൽ പെരികാർഡിയം. ആൻറ്റീരിയർലി ബൈ ദി ലെഫ്റ്റ് ഏട്രിയം ആൻഡ് പോസ്റ്റീരിയർലി ബൈ ദി പാരേറ്റൽ പെരികാർഡിയം. നമ്മുടെ ടെക്സ്റ്റിൽ രണ്ടാമത്തെ ഫിഗർ ഉണ്ട്, അതിനകത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും. Okay, then on the right side by the റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് വിസറൽ പെരികാർഡിയത്തിൻ്റെ റിഫ്ലക്ഷനാണ്. അത് എന്തുകൊണ്ടുണ്ടാക്കുന്ന എന്താണ് ആ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. റൈറ്റ് സൈഡിലാവുമ്പോൾ റൈറ്റ് പൾമണറി വെയിൻ ആൻഡ് ഇൻഫീരിയർ വെയിൻ കാവയാണ്. ലെഫ്റ്റ് സൈഡിലാകുമ്പോൾ ലെഫ്റ്റ് പൾമണറി വെയിൻ ആണ്. റൈറ്റ് സൈഡിൽ റൈറ്റ് പൾമണറി വെയിൻ, ലെഫ്റ്റിൽ ലെഫ്റ്റ് പൾമണറി വെയിൻ, പിന്നെ റൈറ്റിൽ ഇൻഫീരിയർ വെയിൻ കാവ്യം കൂടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ സുപ്പീരിയർലി ബൈ ദി റിഫ്ലക്ഷൻ ഓഫ് വിസറൽ പെരികാർഡിയം along right superior pulmonary vessels and left superior pulmonary veins. Superiorly ഉള്ളത് superior pulmonary veins ആണ്. അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഉണ്ടെന്ന് നോക്കുക. ഇൻഫീരിയർലി അത് ഓപ്പൺ ആണ്. സോ ആൻറ്റീരിയർലി ബൈ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് പോസ്റ്റീരിയർലി ബൈ ദ പാരേറ്റൽ പെരികാർഡിയം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബൈ ദ റിഫ്ലക്ഷൻ ഓഫ് വിസറൽ പെരികാർഡിയം ആണ്. റൈറ്റ് സൈഡിൽ ഓർക്കുക ബൈ ദ റിഫ്ലക്ഷൻ ഓഫ് വിസറൽ പെരികാർഡിയം along right pulmonary vein and inferior vena cava. On the left side by the reflection of visceral pericardium along left pulmonary vein. And superiorly നമ്മൾ പറഞ്ഞു superior pulmonary veins ആണ്. That is right and left superior pulmonary veins and inferiorly it's open. Hope it's clear. അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും സൈനസസ് ഓഫ് പെരികാർഡിയത്തിൽ പറയാനുള്ളത്. എന്താണ് സൈനസ്, എത്ര ടൈപ്പ് ഉണ്ട്, ആ രണ്ട് ടൈപ്പിനെ പറ്റിയിട്ട് ട്രാൻസ്വേഴ്സ് ആൻഡ് ഒബ്ലീക്ക് സൈനസ്, പിന്നെ അതിൻ്റെ ബൗണ്ടറീസ്. ഓക്കെ, എത്ര ബൗണ്ടറി ഉണ്ട്? ആൻറ്റീരിയർ, പോസ്റ്റീരിയർ, റൈറ്റ്, ലെഫ്റ്റ്, സുപ്പീരിയർ, ഇൻഫീരിയർ. ഇൻഫീരിയർലി ഇറ്റ്സ് ഓപ്പൺ. നമുക്ക് റൈറ്റ് ഏട്രിയത്തെ പറ്റി നോക്കാം. നമുക്ക് 4 ചേംബർ ഉണ്ടല്ലോ, അതിനകത്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയാണ് മോർ ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൈറ്റ് ഏട്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ഏട്രിയത്തെ പറ്റി നോക്കാം. ആസ് വി നോ, റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത് ഒരു ക്വാഡ്രിലാറ്ററൽ ചേംബറാണ്. നമ്മൾ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നതാണ്, എങ്ങോട്ടേക്ക്? റൈറ്റ് ഏട്രിയത്തിലേക്കാണ് വരുന്നത്. സോ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ആൻഡ് റൈറ്റ് ഓഫ് ദി റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിളിൻ്റെ റൈറ്റ് സൈഡിലായിട്ടും ആൻഡ് ബിഹൈൻഡ് ആയിട്ടുമാണ് നമുക്ക് റൈറ്റ് ഏട്രിയത്തെ കാണാൻ പറ്റുന്നത്. It consists of a main cavity and a small outpouching called ഓറിക്കിൾ. ഏട്രിയത്തിനായിട്ടുള്ളൊരു സ്പെഷ്യൽ ഫീച്ചറാണ് എന്ത്? ഈ ഓറിക്കിൾ എന്ന് പറയുന്നത്. ഒരു സ്മോൾ ഔട്ട് പൗച്ചിങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലോബ്ഡ് വിസർ. അത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് ലോബ്ഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്പോട്ടിങ്ങിനൊക്കെ നമുക്ക് ചോദിക്കും, ഓറിക്കിൾ എന്ത് ചെയ്യും നമുക്ക് ചോദിക്കും, അപ്പം നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പം ഒരു ക്വാഡ്രിലാറ്ററൽ ചേംബറാണ്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ആൻഡ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദി റൈറ്റ് വെൻട്രിക്കിൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ മെയിൻ ക്യാവിറ്റി ആൻഡ് എ സ്മോൾ ഔട്ട് പൗച്ചിങ് കോൾഡ് ഓറിക്കിൾ. ഇനി അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് 4 പ്രധാനമായിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് എലോങ്ങേറ്റഡ് വെർട്ടിക്കലി. നമുക്ക് ഇമാജിൻ ചെയ്യുക, ഇറ്റ് ഈസ് എലോങ്ങേറ്റഡ് വെർട്ടിക്കലി ആൻഡ് മുകളിലും താഴെയായിട്ട് 2 ട്യൂബ് ഉണ്ട്. സോ ഇറ്റ് റിസീവ്സ് സുപ്പീരിയർ വെന കാവ അറ്റ് ദി upper end and inferior vena cava at the lower end. Okay, then രണ്ടാമത്തെ പോയിൻ്റാണ് നമ്മൾ പറഞ്ഞു, ഓറിക്കിളിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പർ ആൻറ്റീരിയർ പാർട്ട് ഈസ് പ്രൊലോങ്ഡ് ടു ദ ലെഫ്റ്റ്. നമ്മൾ റൈറ്റ് ഏട്രിയത്തെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ ഓറിക്കിൾ ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ അത് അപ്പർ ആൻറ്റീരിയർ പാർട്ട് നമുക്ക് നോക്കുമ്പോഴേ കാണാം. അപ്പർ ആൻറ്റീരിയർ പാർട്ട് ഈസ് പ്രൊലോങ്ഡ് ടു ദ ലെഫ്റ്റ് to form the right auricular appendage called the right auricle. അതിൻ്റെ മാർജിൻസ് ഞാൻ പറഞ്ഞില്ലേ നോച്ചിലാണ്. അപ്പോൾ നമുക്ക് സ്പോട്ടിങ്ങിനൊക്കെ ചോദിക്കാം. മൂന്നാമത്തേതാണ്, there is a shallow vertical groove called sulcus terminalis.
It is extended along the right border between the superior vena cava and the inferior vena cava. അപ്പോൾ നമുക്ക് ഈ സുപ്പീരിയർ വീന കാവയുടെയും ഇൻഫീരിയർ വീന കാവയുടെയും ഇടയിൽ ബിറ്റ്വീനായിട്ട് നമുക്കൊരു വെർട്ടിക്കൽ ഗ്രൂവ് കാണാം. ദറ്റ് ഈസ് മോർ ടു ദ റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ആ ഒരു ഗ്രൂവിനെ പറയുന്ന പേരാണ് സൾക്കസ് ടെർമിനാലിസ്. ഈ സൾക്കസ് ടെർമിനാലിസിൻ്റെ അപ്പർ പാർട്ടിലാണ് നമ്മുടെ എസ് എ നോഡ് കാണുന്നത്. ആൻഡ് internally it corresponds to the cristae terminalis. So the shallow vertical groove called as sulcus terminalis extend along the right border between superior vena cava and the inferior vena cava. The upper part of the sulcus terminalis contains SA node and internally it corresponds to cristae terminalis. നാലാമത്തെ പോയിന്റ് ആണ് the vertical right atrioventricular groove lodges the right coronary artery and the small cardiac vein. റൈറ്റ് ഏട്രിയോവെൻട്രിക്കുലാർ ഗ്രൂവ്. ഓക്കെ, അതവിടെ ആയിട്ട് നമുക്ക് ഈ റൈറ്റ് കൊറോണറി ആർട്ടറീനെയും സ്മോൾ കാർഡിയാക് വെയിനെയും കാണാൻ പറ്റും. സോ ദീസ് ആർ ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഒന്നാമത് ഇറ്റ് റിസീവ് സുപ്പീരിയർ വെന കാവ അറ്റ് ദ അപ്പർ എൻഡ് ആൻഡ് ഇൻഫീരിയർ വെന കാവ അറ്റ് ദ ലോവർ എൻഡ്. രണ്ടാമത് ഓറിക്കിൾ റൈറ്റ് ഓറിക്കിളിൻ്റെ കാര്യമാണ്. അപ്പർ ആൻറ്റീരിയർ പാർട്ട് ഈസ് പ്രൊലോങ്ഡ് ടു ദ ലെഫ്റ്റ് ടു ഫോം ദി റൈറ്റ് ഓറിക്കുലർ അപ്പൻഡേജ് കോൾഡ് റൈറ്റ് ഓറിക്കിൾ. മാർജിൻസ് ആർ നോച്ച്ഡ്. ആൻഡ് മൂന്നാമത്തെ പോയിന്റ് ആണ് ഷാലോ വെർട്ടിക്കൽ ഗ്രൂവ് ബിറ്റ്വീൻ ദി superior along the right border between the superior vena cava and inferior vena cava is called sulcus terminalis, and upper end of the sulcus terminalis possesses the SA node and internally it corresponds to cristae terminalis. പിന്നെ വെർട്ടിക്കൽ റൈറ്റ് എ വി ഗ്രൂവിലാണ് നമ്മുടെ റൈറ്റ് കൊറോണറി ആർട്ടറി ആൻഡ് സ്മോൾ കാർഡിയാക് വെയിൻ കാണുന്നത്. ഇനി അതിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സാണ്. ദി interior of right atrium is divided in 2 parts. ഒന്ന് റഫാണ്, മറ്റേത് സ്മൂത്താണ്. സ്മൂത്ത് posterior പാർട്ട് ആൻഡ് റഫ് ആൻറ്റീരിയർ പാർട്ട്. ഇത് ഓർത്ത് വയ്ക്കാനായിട്ടാണ്. സ്മൂത്ത് ആയിട്ടുള്ളത് സൈനസ് വിനേറം, എസ് ഓർത്ത് വയ്ക്കുക. സോ സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ട് സൈനസ് വിനേറം, SP ഓർത്ത് വയ്ക്കുക. സ്മൂത്ത് പോസ്റ്റീരിയർ SP ആൻഡ് സൈനസ് വിനേറം SB. റഫ് ആൻറ്റീരിയർ പാർട്ടാണ് ആർട്ടീരിയം പ്രോപ്പർ. റഫ് ആൻറ്റീരിയർ 2 ആറുണ്ട്. സോ ആർട്ടീരിയം അവിടെ ആറുണ്ട്, പ്രോപ്പർ ആറുണ്ട്. അത് ഓർത്ത് വെച്ചേക്കാം. സോ സ്മൂത്ത് പോസ്റ്റീരിയർ സൈനസ് വെനേറം ആൻഡ് റഫ് ആൻറ്റീരിയർ atrium proper. The 2 parts are separated from each other by cristae terminalis. Okay, ഈ 2 പാർട്ടും separated each other by the cristae terminalis. So the interior of the right atrium is divided into 2 parts: smooth posterior sinus venerum and rough anterior atrium proper. The 2 parts are separated from each other by the cristae terminalis. സോ ഇനി നമുക്ക് ഈ 2 എണ്ണത്തിൻ്റെയും ഡിഫറൻസ് നോക്കാം, സൈനസ് വെനേറത്തിൻ്റെയും ഏട്രിയം പ്രോപ്പറിൻ്റെയും. ആസ് ഐ മെൻഷൻ, സൈനസ് വെനേറമാണ് സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ട് ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദി റൈറ്റ് ഹോൺ ഓഫ് സൈനസ് വിനോസസ്. ഡെവലപ്മെൻറ്റ് ഓഫ് ഹാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ സൈനസ് വിനോസസ്, അതിൻ്റെ റൈറ്റ് ഹോണിൽ നിന്നാണ് സൈനസ് വെനേറം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹാർട്ടിലെ എല്ലാ വീനസ് ചാനൽസും എക്സെപ്റ്റ് ആൻറ്റീരിയർ കാർഡിയാക് വെയിൻസ് ഒഴിച്ച് ബാക്കി എല്ലാ വീനസ് ചാനൽസും സൈനസ് വെനേറത്തിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്, ഈ പാർട്ടിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ സൈനസ് വെനേറം ഇസ് എ സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ട്. അറ്റ് ഡെവലപ്മെൻ്റലി ഇറ്റ് ഈസ് derived from the right horn of sinus venosus. All the venous channels except anterior cardiac vein open into this part like inferior vena cava, superior vena cava, coronary sinus, etc. രണ്ടാമത്തത് arterium proper and it is the rough anterior part. It is derived from primitive atrium. മറ്റേത് റൈറ്റ് ഹോൺ ഓഫ് സൈനസ് വിനോസസ് ആയിരുന്നു, ഇവിടെ പ്രിമിറ്റീവ് ഏട്രിയം ആണ്. അപ്പം ഒരു AP ഏട്രിയം പ്രോപ്പർ, AP PA പ്രിമിറ്റീവ് ഏട്രിയം. ഓക്കെ, മറ്റേത് സൈനസ് വിനേറം ഫ്രം സൈനസ് വിനോസസ്. തിരിഞ്ഞു പോകരുതേ. Then it presents a series of transverse ridges, the musculi pectinate, and which arise from the cristae terminalis and run forward toward the auricle. The interior of the auricle presents the
reticular sponge-like network of muscular bridges. Hope it's clear. അപ്പോൾ സൈനസ് വിനേറത്തിൽ പറയുന്നത് സ്മൂത്ത് പോസ്റ്റീരിയർ പാർട്ടാണ്. എവിടെ നിന്നാണ് ഡെവലപ്മെൻറ്റ് സൈനസ് വിനേറം ഫ്രം സൈനസ് വിനോസസ് ആൻഡ് എല്ലാ വീനസ് ചാനൽസ് എക്സെപ്റ്റ് ആൻറ്റീരിയർ കാർഡിയാക് വെയിൻ ഡ്രെയിൻ ടു ദിസ് പാർട്ട്. ഏട്രിയം പ്രോപ്പറിനെ പറ്റിയിട്ട് പറയുമ്പോൾ റഫ് ആൻറ്റീരിയർ പാർട്ടാണ് ഡെവലപ്ഡ് ഫ്രം പ്രിമിറ്റീവ് ഏട്രിയം. കോഡ് ഓർമ്മയുണ്ടല്ലോ, സൈനസ് വിനേറം ഫ്രം സൈനസ് വിനോസസ് ആൻഡ് ഏട്രിയം പ്രോപ്പർ ഫ്രം primitive atrium. And they presents musculae pectinatine പറ്റിയിട്ട് പറയണം. Transverse ridges which arises from the cristae terminalis and run forward to the auricle. Okay. ഇനി നമുക്ക് ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെ സെപ്റ്റൽ വാൾ കുറച്ച് ഫീച്ചേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെപ്പറ്റി നോക്കാം. സോ ദി സെപ്റ്റൽ വാൾ ഓഫ് ദി റൈറ്റ് ഏട്രിയം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി സെപ്റ്റം പ്രൈമം ആൻഡ് സെപ്റ്റം സെക്കൻഡം. ഓക്കെ, ദേ ആർ ഡെവലപ്ഡ് ഫ്രം ദി സെപ്റ്റം പ്രൈമം ആൻഡ് സെപ്റ്റം സെക്കൻഡം. അത് 4 ഫീച്ചേഴ്സാണ് ഇൻറ്റേർണലി നമുക്ക് കാണിച്ചു തരുന്നത്. The septal wall when viewed from within the right atrium presents the following features. സോ ഒന്നാമത്തത് ഫോസ ഓവാലിസ്, രണ്ടാമത്തത് ആനുലസ് ഓവാലിസ് ഓർ ലിംബസ് ഫോസ ഓവാലിസ്, മൂന്നാമത്തത് ട്രയാങ്കിൾ ഓഫ് കോച്ച് ആൻഡ് നാലാമത്തത് ടോറസ് അയോർട്ടിക്കസ്. Okay, fossa ovalis is shallow oval saucer-shaped depression in lower part formed by the septum primum. It presents the site of foramen ovale in fetus. അപ്പോൾ ഈ ഫോസ ഒവാലിസ് എന്ന് പറയുന്നത് ഫീറ്റസിലുള്ള ഫൊറാമൻ ഓവേലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. സെപ്റ്റം പ്രൈമം ഒരു നമ്മുടെ സെപ്റ്റൽ വാളിൽ ആയിട്ടൊരു ഓവൽ ഓർ ഷാലോ ഷേപ്ഡ് ഡിപ്രഷനാണ് ലോവർ പാർട്ടിലായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി സെപ്റ്റം പ്രൈമം ആൻഡ് ഫൊറാമൻ ഓവേലിനെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വൺ ഈസ് ആനുലസ് ഒവാലിസ് ഓർ ലിംബസ് ഫോസ ഒവാലിസ്. ഇറ്റ് ഫോംസ് ദി ഡിസ്റ്റിങ്ക്റ്റ് അപ്പർ ആൻഡ് ലാറ്ററൽ മാർജിൻ ഓഫ് ദ ഫോസ ഒവാലിസ്. ഫോസ ഒവാലിസിൻ്റെ അപ്പർ ലാറ്ററൽ മാർജിനാണ് ഈ ആനുലസ് ഒവാലിസ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഫ്രീ എഡ്ജ് ഓഫ് സെപ്റ്റം സെക്കൻഡ്. ഇൻഫീരിയർലി ദ ആനുലസ് ഓഫ് ഒവാലിസ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദി ലെഫ്റ്റ് എൻഡ് ഓഫ് valve of inferior vena cava. Inferiorly, the annulus of ovalis is continuous with the left end of valve of inferior vena cava. മൂന്നാമത്തത് ട്രയാങ്കിൾ ഓഫ് കോച്ച് ആണ്. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഏരിയ ബൗണ്ടഡ് ഇൻ ഫ്രണ്ട് ബൈ ദി ബേസ് ഓഫ് ദി സെപ്റ്റൽ ലീഫ്ലെറ്റ് of tricuspid wall, behind by the anterior margin of opening of coronary sinus and above by the tendon of Todaro, a subendocardial ridge. സോ നമ്മുടെ എ വി നോഡ് ഈ ട്രയാങ്കിളാണ് കാണുന്നത്. അപ്പം ഇതിൻ്റെ ബേസ് എന്താണ്? സെപ്റ്റൽ ലീഫ്ലെറ്റ് ഓഫ് ട്രൈക്കസ്ബിഡ് വാൽവാണ്. ബിഹൈൻഡ് ആയിട്ട് ആൻറ്റീരിയർ മാർജിൻ ഓഫ് ഓപ്പണിംഗ് ഓഫ് കൊറോണറി സൈനസും എബോവ് ബൈ ദി ടെൻഡൺ ഓഫ് ടൊഡാറോ. അപ്പോൾ പിന്നെ എ വി നോഡിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുക. മൂന്നാമത്തത് ടോറസ് അയോർട്ടിക്കസ് ആണ്. ഇറ്റ് ഈസ് ആൻ എലവേഷൻ ഇൻ ദ ആൻഡറോ സുപ്പീരിയർ പാർട്ട് ഓഫ് ദി സെപ്റ്റം produced due to the bulging of the right posterior sinus of ascending aorta. Ascending aortയുടെ റൈറ്റ് പോസ്റ്റീരിയർ സൈനസ് കൊണ്ടുണ്ടാകുന്ന ഒരു ബൾജിങ് ആണ്. അതെവിടെയായിട്ടാണ് കാണുന്നത്? ആൻഡറോ സുപ്പീരിയർ പാർട്ട് ഓഫ് ദി സെപ്റ്റത്തിലാണ് കാണുന്നത്. അപ്പം നമ്മുടെ സെപ്റ്റൽ വാൾ ഓഫ് റൈറ്റ് ഏട്രിയത്തിൽ എവിടെ നിന്നാണ് ഡിറൈവ്ഡ് ചെയ്യുന്നത്? സെപ്റ്റം പ്രൈമും ആൻഡ് സെപ്റ്റം സെക്കൻഡും. 4 ഫീച്ചേഴ്സ് അത് പ്രസൻറ്റ് ചെയ്യുന്നു. ഫോസ ഒവാലിസ്, രണ്ടാമത്തെ അനുലസ് ഒവാലിസ്, ട്രയാങ്കിൾ ഓഫ് കോച്ച് ആൻഡ് ടോറസ് അയോർട്ടിക്കസ്. അതിൻ്റെ ഓരോന്നിൻ്റെയും ഫീച്ചേഴ്സ് മെൻഷൻ ചെയ്യുക. പിന്നെ ഫോസ ഒവാലിസിലാണെങ്കിൽ ഫൊറാമൻ ഒവേലിയുടെ കാര്യം പറയണം. ദെൻ ട്രയാങ്കിൾ ഓഫ് കോച്ചിൽ എ വി നോഡ് ഉണ്ടെന്ന കാര്യവും മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇത് 4 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റത്തെ പോർഷനാണ് നമ്മുടെ ഓപ്പണിംഗ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിലേക്കുള്ള ഓപ്പണിങ്സ് നമുക്കറിയാം. ഓപ്പണിംഗ് ഓഫ് സുപ്പീരിയർ വീനക്കാവ, 2 ഓപ്പണിംഗ് ഓഫ് ഇൻഫീരിയർ വീനക്കാവയാണ്. ഇത് ഓക്കെ, സുപ്പീരിയർ വീനക്കാവയുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പർ എൻഡിലാണ്. അവിടെ പ്രത്യേകിച്ച് വാൽവൊന്നുമില്ല. സോ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് റിട്ടേൺസ് ദ ബ്ലഡ് ഇൻ ടു ദ ഹാർട്ട് ഫ്രം ദി അപ്പർ ഹാഫ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ അപ്പർ ഹാഫിൽ നിന്നുള്ള ബ്ലഡ് കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് സുപ്പീരിയർ വീനക്കാവയ്ക്കുള്ളത്. രണ്ടാമത്തേത് ഓപ്പണിംഗ് ഓഫ് ഇൻഫീരിയർ വീനക്കാവ. ഇറ്റ് ഓപ്പൺസ് അറ്റ് ദി ലോവർ എൻഡ്. ഇറ്റ് കളക്ട് ബ്ലഡ് ഫ്രം ദി ലോവർ പാർട്ട് ഓഫ് ദി ബോഡി
and it is situated close to the interatrial septum and it is guarded by നമ്മൾ superior vena cava കാര്യം പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് വാൽവുകളൊന്നുമില്ല പക്ഷേ inferior vena cava കാര്യം പറയുമ്പോൾ there are rudimentary non functioning semilunar valve they are called eustachian valve or inferior vena cava valve. Okay, മൂന്നാമത്തേതാണ് opening of the coronary sinus. It drains most of the blood from the heart. മറ്റേത് ഇൻഫീരിയർ വെന കാവയും സുപ്പീരിയർ വെന കാവയും നമ്മൾ പറഞ്ഞു ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിന്നാണ്. പക്ഷേ കൊറോണറി സൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ഹാർട്ടിൽ നിന്നുള്ള മേജോറിറ്റി ബ്ലഡും ഡ്രെയിൻ ചെയ്യുന്നത് ഈ കൊറോണറി സൈനസ് വഴിയാണ്. ആൻഡ് ഓപ്പൺ ഇൻ ടു ദി റൈറ്റ് ഏട്രിയം ബിറ്റ്വീൻ ദ ഓപ്പണിംഗ് ഓഫ് ഇൻഫീരിയർ വെന കാവ ആൻഡ് റൈറ്റ് ഏട്രിയൽ ഓറിഫൈസ്. ഓക്കെ, ദെൻ അപ്പോൾ അവിടെയും guarded by rudimentary non-functioning valve called a Thebesian valve. Okay, so it is also known as Thebesian vein. Next, right atrioventricular orifice. It is the largest opening. It communicates the right atrial chamber with the right atrial ventricular chamber. So it communicates the right atrial chamber with the right atrioventricular orifice. It lies anterior to the opening of inferior vena cava and is guarded by tricuspid valve. അതായത് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്കുള്ള orifice അവിടത്തേക്കുള്ള എന്താണ് ഡ്രെയിനിങ് അതാണ് ഇവിടെ ഉള്ളത്. അവിടെ നമുക്കുള്ളത് ട്രൈകസ്പിഡ് വാൽവാണ്. And then many small orifices of the small veins. These are small opening of the venae cordis minime and anterior cardiac veins. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് സുപ്പീരിയർ വെന കാവയുടെ ഓപ്പണിംഗ്, ഇൻഫീരിയർ വെന കാവയുടെ ഓപ്പണിംഗ്, പിന്നെ ഉള്ളത് ഓപ്പണിംഗ് ഓഫ് ദ കൊറോണറി സൈനസ്. അവിടെയും ഒരു വാൽവുണ്ട്, തെബേഷ്യൻ വാൽവ്. ഇൻഫീരിയർ വെന കാവയുടെ വാൽവ് യൂസ്റ്റേഷ്യൻ വാൽവാണ്. ദെൻ റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ ഓറിഫൈസ്, അതായത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്ന അവിടെ ഉള്ള ഒരു ഓറിഫൈസ്. ആൻഡ് അവിടെ ഗാർഡ് ചെയ്യുന്നത് ട്രൈകസ്പിഡ് വാൽവാണ്. പിന്നെ മെനി സ്മോൾ ഓറിഫൈസസ് of like venae cordis minime, they are also called Thebesian vein and anterior cardiac vein. ഇതുപോലുള്ള ചെറിയ വെയിൻസ് ഡ്രെയിൻ ചെയ്യുന്ന സ്മോൾ ഓപ്പണിങ്സ്. സോ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ. ഇപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് സൈനസ് ഓഫ് പെരികാർഡിയം, 2 സൈനസിനെ പറ്റിയും പറഞ്ഞു, ബൗണ്ടറീസും പറഞ്ഞു. പിന്നെ ട്രാൻസ്വേഴ്സ് സൈനസിൻ്റെ ബൗണ്ടറി നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞതാണ്. ലൈക്ക് അസെൻഡിങ് അയോർട്ടയുടെയും പൾമണറി ട്രങ്കിൻ്റെയും പിറകിലായിട്ടും സുപ്പീരിയർ വെന കാവയുടെയും സുപ്പീരിയർ പൾമണറി വെയിൻസിൻ്റെയും മുന്നിലായിട്ടും. അത് അത്രയേ ഉള്ളൂ. ഒരു ഹൊറിസോണ്ടൽ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു, പാസേജ് ആണെന്ന് പറഞ്ഞു. ലൈക്ക് പിന്നെ ഓബ്ലിക് സൈനസിൻ്റെ പറഞ്ഞു, റൈറ്റ് ഏട്രിയത്തെ പറ്റി പറഞ്ഞു, അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണൽ ഫീച്ചേഴ്സ്, ഇൻറ്റേർണലി ഉള്ള സൈനസ് വെനറും ഏട്രിയം പ്രോപ്പറും അത് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഉള്ളത് സെപ്റ്റൽ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം, അവിടെ 4 ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്രം സെപ്റ്റം പ്രൈമം ആൻഡ് സെപ്റ്റം സെക്കൻഡ് ആൻഡ് ഓപ്പണിംഗ് ഓഫ് റൈറ്റ് ഏട്രിയം. 5 ഓപ്പണിംഗ് ഉണ്ട്. ആ 5 ഓപ്പണിങ്ങും പിന്നെ ഫിഗർ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പഠിക്കുക. അനാട്ടമിയിൽ ഫിഗറാണ് ഇമ്പോർട്ടൻറ്റ്. സോ മാക്സിമം നിങ്ങൾ ഫിഗർ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ താങ്ക് യു. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഡ്രിനാലെ സപ്പോർട്ട് ചെയ്യുക.